ഇതിന്റെ ഒറിജിനൽ ക്ലിപ്പിംഗിനെ ഇതിന്റെ തൊട്ടു മുന്നേയുള്ള ക്ലിപ്പിംഗുമായിട്ട് ആരോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈമിംഗിലുള്ള ഡിഫറൻസ് മനസ്സിലാവാതിരിക്കാനും തൊട്ട് മുന്നേയും പിന്നെയുള്ള ക്ലിപ്പിംഗ്സുമായിട്ടുള്ള സിമിലാരിറ്റീസ് മനസ്സിലാവാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ക്ലിപ്പിനെ റിവേഴ്സിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൈപ്പിന്റെ ഉള്ളിലേക്കൊക്കെ തിരിച്ചു വെള്ളം കയറി പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. മാഡം പറയുന്നത് യെസ്, അവിടെ നടന്നിരിക്കുന്ന എന്തോ ഒരു സംഭവം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. CCTV ബ്ലൈൻഡ് സ്പോട്ട് ആക്കാൻ വേണ്ടി ആരും മനഃപൂർവ്വം ചെയ്തതാണ്. ആ സമയത്തുള്ള ബാക്കിയുള്ള CCTV ഫുട്ടേജസിലും ഇതേ ഫോർജറി നടന്നിട്ടുണ്ട്. അപ്പൊ ആരോ ഈ സമയം സെർവർ റൂം ആക്സസ് ചെയ്തിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം. എന്തായാലും അന്നേ ദിവസം പുറത്തു നിന്ന് ഫാക്ടറിക്കുള്ളിൽ വന്നവരുടെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കണം. സർ, ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻസൈഡർ ജോബ്. പുറത്തുനിന്ന് വന്ന ഒരാളല്ല ചെയ്തത്. ഫാക്ടറിയും സെർവർ റൂമും ഒക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രൊഫഷണൽ ഹാക്കർ അല്ല ചെയ്തതെന്ന് രാധികയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കും? മേ ബി ഫാക്ടറിയുടെ ഉള്ളിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം അവരുടെ ആക്സസ് ഹെൽപ്പ് ആക്കാനായിട്ട്. സർ, ഇതൊരു പ്രൊഫഷണൽ അല്ല, ബിക്കോസ് ഹി ഹാസ് നോട്ട് കവേർഡ് ഹിസ് ട്രാക്സ്. ഒരു പ്രൊഫഷണൽ ഹാക്കർ ഒരു സിസ്റ്റം ആക്സസ് ചെയ്താൽ അയാളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് കണ്ടുപിടിക്കാൻ നിയർ ഇമ്പോസിബിൾ ആണ്. ബട്ട് ഇവിടെ ഇയാൾ ഇതേ ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്ലൗഡ് സെർവർ നമ്മുടെ പിള്ളേരെ സിനിമയൊക്കെ പൈറേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലോക്കൽ സെർവർ ആണ്. ഒരു പ്രൊഫഷണൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ ക്ലൗഡ് സെർവർ ഒക്കെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന IP അഡ്രസ് അതവർ മാസ്ക് ചെയ്തിട്ട് പോലും ഇല്ല. എല്ലാം ഇന്റേണൽ IP അഡ്രസ് ആണ്. ഒരു പ്രൊഫഷണൽ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സർ. സർ, ഇതൊരു ഇൻസൈഡർ ജോബാണെന്നും 3-4 പേര് നിരീക്ഷണത്തിലാണെന്നും പറഞ്ഞ് സർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ